ഒരു ഡേ മുഴുവനായിട്ട് ബിസി ആയിട്ട് ഫുള്ള് നമ്മൾ ബിസി ആയിട്ട് പോയിട്ട് പിന്നെ രാത്രി കിടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇന്നിപ്പം ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. എൻ്റെ കുട്ടികളും അതുപോലെ വർക്കും ഒക്കെ ആയിട്ട് ടൈം മാനേജ് ചെയ്യാനുള്ള മാജിക് ഒന്നും എൻ്റെ കയ്യിലില്ല. 4 മണിക്ക് തുടങ്ങുന്ന ഒരു പെർഫെക്റ്റ് റുട്ടീനും ഞാൻ ഫോളോ ചെയ്യുന്നില്ല. അതൊന്നും അല്ല ഷെയർ ചെയ്യാനുള്ളത്. ഈ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ പ്ലാൻ ചെയ്തിട്ട് അതുപോലെ നടക്കുന്ന അങ്ങനെ ഒരു മദറും അല്ല ഞാൻ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ സർവൈവ് ചെയ്തിട്ടുള്ള റിയൽ ആയിട്ട് എനിക്ക് സക്സസ് ആക്കിയിട്ടുള്ള കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്. അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടുനോക്കുക. ഇതുപോലെ തന്നെ ഞാനൊരു ടൈം എങ്ങനെയൊക്കെയോ പോകുന്നു, എനിക്ക് മാത്രം എന്താ ടൈമൊന്നും തികയാത്തത്, അല്ലെങ്കിൽ 24 ഹവർ മതിയാവാത്തൊരു ഫീൽ ഉള്ള ഒരു അമ്മയായിരുന്നു ഞാനും. അപ്പോൾ അങ്ങനെയുള്ള ഉമ്മമാർക്ക് അല്ലെങ്കിൽ മദേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ചില ദിവസങ്ങളിൽ പെർഫെക്റ്റ് അല്ല, അതായത് വീട് ഭയങ്കര മെസ്സി ആയിരിക്കും, കിച്ചണും കുറേ മെസ്സി ആയിട്ട് കിടക്കും, ടോയ്സ് എല്ലാം വാരി വിതറിയിട്ടുണ്ടാവും, കുട്ടികളുടെ കരച്ചിലുണ്ടാവും, എനിക്ക് ഒന്നും ചെയ്യാൻ മൂടില്ലാത്ത ദിവസങ്ങളും ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ റീൽസിലൊന്നും കാണുന്നത് പോലെ കാം മ്യൂസിക് ഇട്ടിട്ടുള്ള ഭയങ്കര കാം ആയിട്ടുള്ള വീട്, ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ഒരു വീട്, അങ്ങനെയൊന്നും അല്ല എൻ്റെ ഒരു റിയൽ ലൈഫ് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ ഇതൊരു ഫെയിലിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു തോൽവിയായിട്ട് ഫീൽ ചെയ്യലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ റീൽസിലും വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഞാൻ മാത്രം ആണോ ഇങ്ങനെ, എനിക്ക് മാത്രമാണോ ഇങ്ങനെ, ഞാൻ മാത്രമാണോ ഇങ്ങനെ മെസ്സി ആയിട്ടുള്ളത്, എനിക്ക് മാത്രമാണോ റുട്ടീനൊന്നും ഫോളോ ചെയ്യാൻ പറ്റാത്തത്, ഇങ്ങനത്തെ തോട്ട്സ് ഒക്കെ എനിക്ക് എൻ്റെ ഒരു മദർഹുഡ് ജേണിയിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കറിയാം ഇത് ഒരു തോൽവിയൊന്നുമല്ല, ഞാനൊരു ഫെയിലിയറും അല്ല, ഇതിൻ്റെ മദർഹുഡ് ജേണിയാണ്, ഞാനൊരു മദറാണ്. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് എന്താണോ, ഒരു 10-15 ടു ഡു ലിസ്റ്റ് ഒക്കെ അങ്ങോട്ട് എഴുതി വെക്കും. അതായത് എനിക്ക് പ്ലാൻ ചെയ്യാനും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസ്, പ്ലാനറി ജേണലൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അതൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങി വെക്കും. എന്നിട്ട് ഈ പ്ലാനറിൽ ഞാൻ കുറേ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കും. നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് പോലെ തന്നെ കുറേ ടു ഡു ഉണ്ടാക്കി വെച്ചിട്ട് ഞാനിങ്ങനെ രാത്രി നോക്കുമ്പോൾ ഏതും ടിക്ക് ചെയ്തിട്ടുണ്ടാവില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാത്തതുണ്ടാവും. അപ്പൊ എനിക്ക് സന്തോഷത്തെക്കാളും സങ്കടം ഉണ്ടാവുക, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്നും പെർഫെക്റ്റ് ആയിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഗിൽറ്റ് ഫീലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാൻ ആ ഒരു ശീലം അങ്ങോട്ട് മാറ്റി വെച്ചു. ഓരോ ഡേയ്സിലും 3 കാര്യങ്ങൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടു ഡു ലിസ്റ്റിലാക്കി വെക്കും. അത് പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ തന്നെ 3 കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യും. എന്നിട്ട് ആ 3 ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരിക്കും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നും, ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഏതും ടിക്ക് ചെയ്യാതിരിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏതെങ്കിലും 3 കാര്യങ്ങൾ നമുക്ക് അത്രയും വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിൽ സന്തോഷിക്കുമ്പോൾ, അല്ലെ? അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടു ഡു ലിസ്റ്റ് ഭയങ്കരമായിട്ട് കുറച്ചു മിനിമലാക്കി. അപ്പം ഞാനും ഹാപ്പിയായി. പിന്നെ സെക്കൻഡ് കാര്യമാണ്, ഈ ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവരെണീറ്റ പിന്നെ അങ്ങനെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഫോക്കസ് ചെയ്യല് പോസിബിൾ അല്ല. അപ്പോൾ ഫസ്റ്റിലൊക്കെ ഞാൻ എന്നെ പുഷ് ചെയ്തിട്ട് എന്തായാലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്നെ ഫോഴ്സ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മെന്റലി സ്ട്രെസ് ആവാന്നല്ലാതെ, കുട്ടികളല്ലേ, അവരവരുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ജേണി അവര് എൻജോയ് ചെയ്യാണ്. അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾക്ക് ഉള്ള പ്രയോറിറ്റീസ് വേറെ കാര്യങ്ങളാവുമ്പം നമ്മൾ മെന്റലി സ്ട്രെസ്ഡ് ആവുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവർ ഉറങ്ങുന്ന സമയത്ത്, അതായത് രാവിലെ കുറച്ച് നേരത്തെ എണീച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്റേതായിട്ടുള്ള ഒരു ഗ്രോത്ത് ഹവറാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം മാത്രം ഇവർ ഉണർന്നിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ സമയത്തേക്ക് വെച്ചിട്ട് ഈ ഒരു സൈലന്റ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾക്ക് അത്രയും പ്രയോറിറ്റി ഉള്ള അത്രയും ഹെവി ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ഫീലാണ് കേട്ടോ. മറ്റേത് കുട്ടികളോട് നമുക്ക് ദേഷ്യം പിടിക്കും, ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പോൾ വെറുതെ എന്തിനാ അങ്ങനെ ദേഷ്യം പിടിക്കണത് എന്നുള്ളൊരു ചിന്ത വന്നിട്ട് അങ്ങനെ മാറ്റി പിടിച്ചു. അതും നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ളതാ. കുറെ ഉമ്മമാര് പറയണത് കേട്ടിട്ടുണ്ട്, ചെറിയ മക്കളായതുകൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പൊ നമ്മള് കുറച്ചൊന്ന്
നമ്മളേതായിട്ടുള്ള കാര്യങ്ങളൊന്ന് കുറച്ച് ഉറക്കമൊക്കെ കളയേണ്ടി വരും. പക്ഷെ എന്നാലും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ഇതും ചില ദിവസങ്ങളിൽ പറ്റൂല കേട്ടോ. ചെറിയ മോളുള്ളത് കൊണ്ട് തന്നെ രാവിലെ ചിലപ്പോൾ നേരത്തെ എണീറ്റിട്ട് വരും. ആ ദിവസം ചിലപ്പോൾ എനിക്ക് അത്ര പ്രയോറിറ്റി കൊടുക്കാൻ പറ്റൂല. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഇത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മൂവ് ഓൺ ചെയ്യാം. പിന്നെ ചെറിയ മക്കളുള്ളവർ ഇങ്ങനെ എണീറ്റൊക്കെ വരുമ്പോൾ നമുക്കൊരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും എണീക്കണതിന് മുമ്പായിട്ട്. അപ്പോൾ ആ ഒരു സമയം നമ്മൾ ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആക്കാനും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾക്കൊരു റുട്ടീനൊന്നും പെർഫെക്റ്റ് അല്ല, അത് കൺസിസ്റ്റൻസി കിട്ടാതിരിക്കാൻ മെയിനായിട്ടുള്ള ഒരു കാരണം ഫോണാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ വെറുതെ ഇരുന്നിട്ട് കുറേ റീൽസ് കാണാം, കുറേ വീഡിയോസ് കാണാം, അങ്ങനെ വെറുതെ ടൈം വേസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവർ എണീക്കുന്ന സമയം നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ ചിലപ്പം പറ്റണമെന്നില്ല, അപ്പോൾ ഭയങ്കര റിഗ്രറ്റും ആയിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഫോണ് ഭയങ്കരമായിട്ട് യൂസേജ് കുറച്ചു, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം എടുക്കാം. ഫുള്ളായിട്ട് നമുക്ക് എടുക്കാതിരിക്കാനൊന്നും പറ്റൂല. പക്ഷെ നമ്മളൊന്ന് അവെയർ ആയിരുന്നാൽ മതി. അതായത് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു അവെയർ ഉണ്ടല്ലോ, ഒരു ബോധം നമ്മൾക്ക് ഉണ്ടായാലും നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകില്ല. ചില സമയത്തൊക്കെ ആർക്കെങ്കിലും ഒരു മെസ്സേജ് റിപ്ലൈ കൊടുക്കാനായിരിക്കും ഫോൺ എടുക്കുക. പക്ഷെ പിന്നെ റീൽസ് അങ്ങനെ സ്ക്രോൾ ചെയ്ത് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ വരെ കളയുന്ന ആ ഒരു ഇത് എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പം അൽഹംദുലില്ലാ ഞാൻ എന്നെ തന്നെ ഞാൻ അവെയർ ആക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കരമായിട്ട് യൂസേജ് കുറച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറേ സ്ട്രെസ് റിലീഫായ പോലെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കുറേ കാര്യങ്ങൾ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഈ ചെറിയ മക്കളുള്ള ഉമ്മമാർക്ക് ചിലപ്പോൾ റിഗ്രറ്റ് ഫീൽ ഉണ്ടാവും. എനിക്ക് മാത്രമാണോ പറ്റാത്തതെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണാനിടയാവുന്നത് ഈ സ്ക്രോളിങ് കൊണ്ടാണ്. അപ്പം ഇതൊന്ന് ലിമിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുക, നമ്മളെ പ്രയോറിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മൾ മെൻ്റലി ഓക്കെ ആവും. നമ്മൾ മെൻ്റലി ഓക്കെ ആയാൽ തന്നെ നമ്മൾ 50% അല്ല 100% തന്നെ നമ്മൾ ഓക്കെ ആവും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ 2026 ചെയ്തിട്ടുള്ളതാ ഈ കുറേ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കുറേ വേണ്ടാത്ത ചാനൽസ് ഉണ്ടാവും, നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുള്ള നമ്മുടെ ഗ്രോത്തിനെ വേണ്ടാത്ത കാര്യങ്ങളുള്ള കുറേ ചാനൽസ് ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ കുറേ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അൺഫോളോ ചെയ്തു. പിന്നെ ടൈം ലിമിറ്റ് വെച്ചു. ഇപ്പം ഇൻസ്റ്റയിലാണെങ്കിലൊക്കെ നമുക്ക് ടൈം ലിമിറ്റ് വെക്കാം. അങ്ങനെ നമ്മളെ സോഷ്യൽ മീഡിയന്റെ ടൈം ലിമിറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചു. ഇതൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ടതല്ല. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ കാത്തിരുന്നാല് അതങ്ങനെ കാത്തിരുന്ന് ആ 2026 അങ്ങനെ അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഉള്ളത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ സ്ലോലി നമ്മൾ കൺസിസ്റ്റന്റ് ആയി വരും. അത് നമ്മളെ റുട്ടീന്റെ ഭാഗമായിട്ട് വരും. ആദ്യമൊക്കെ ഞാൻ എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആവണം അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ റിയാലിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങി വരുമ്പോൾ എല്ലാ ദിവസവും പെർഫെക്റ്റ് ആവണ്ട, എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ഒന്നും ആവണ്ട. ചില ദിവസം നമുക്കൊന്നും ചെയ്യാൻ മൂടില്ലാത്ത അവസ്ഥ ഉണ്ടാവും, നമ്മുടെ മെന്റലി ഓക്കെ അല്ലാതിരിക്കും, മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെ വഴിക്ക് വിട്ടിട്ട് നമ്മളൊന്ന് സ്ലോ ആയിട്ട് ഒന്ന് റീസെറ്റ് ചെയ്യാം. അപ്പോ പിന്നെ നമുക്ക് റീചാർജ് ആയിട്ട് പിന്നെ വരാൻ പറ്റും. നമ്മൾ ഈ മെഷീനൊന്നുമല്ല, നമ്മള് മനുഷ്യന്മാരാണ്, മദേഴ്സാണ്. അപ്പൊ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ പെർഫെക്റ്റ് ആക്കാൻ നിന്നാല് അതിനെ ടൈം ഉണ്ടാവുള്ളൂ. ഈ ഒരു പെർഫെക്ഷനിസം എന്നുള്ള കാര്യം ഞാൻ ഒഴിവാക്കിയപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായിട്ടുണ്ട്. വീട്ടിലാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളും ഫുള്ള് പെർഫെക്റ്റ് ആവണം, വീട് ഫുൾ ക്ലീൻ ആവണം, നീറ്റ് ആവണം എന്നൊന്നും വിചാരിച്ച് നടക്കുന്ന കേസല്ല ചെറിയ മക്കളുള്ളവർക്ക്. അപ്പം അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ജേണി അവർ എൻജോയ് ചെയ്യട്ടെ, അതിന്റെ കൂടെ നമ്മൾ അവരുടെ കൂടെ വളരണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക, ഫോക്കസ് ചെയ്യുക, പെർഫെക്ഷനിസം ഒഴിവാക്കുക. ഈ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും ഞാൻ നല്ലൊരു ഉമ്മയല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ അങ്ങനെ നെഗറ്റീവ് തോട്ട് അടിക്കാനുള്ള ഭയങ്കരമായിട്ട് ചാൻസ് കൂടുതലാ. എക്സ്പീരിയൻസ് കൊണ്ട് പറയാ ഭയങ്കരമായിട്ട് കൂടുതലാ. അപ്പോ നമ്മളോട് പറയാ നീ ചെയ്യണത് തന്നെ മതി, നീ ഓക്കെയാണ്, സ്ലോ ആയാലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്താൽ നീ ലെവലപ്പ് ആവും എന്നുള്ളത് നമ്മൾ നമ്മളെ സ്വന്തത്തിനോട് തന്നെ പറയാം. ഇത് കാണുന്ന ഏതെങ്കിലും അമ്മമാർക്ക് ഇതിന്റെ കഥയാണെന്ന് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മോർ പാരന്റിങ് റിയൽ ലൈഫ് സ്റ്റോറീസും സ്ട്രഗിൾസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും കാണാം. താങ്ക് യു.